അമ്മായിയേ അമ്മായിയേ ഇതെന്നെ പ്രാകല. അമ്മായി പള്ളി പോണേക്കല്ലേ ഇങ്ങനെയൊക്കെ പ്രാവാമോ? ആ ചേട്ടൻ തന്നെ ഇതട്ടാ. ഓ അവന്റെ ഒരു പേട്ടൻ. ആ ചേട്ടനൊക്കെ ആരാ ചേട്ടാന്ന് വിളിക്കുന്നേ? അതെന്നെ അമ്മായി, ആ ചേട്ടൻ ഒരു പാവാണല്ലോ, അങ്ങനെ വഴക്കിനൊന്നും പോകാത്ത ആളാണല്ലോ. അയ്യോ പാവം, വെറും തണ്ടി അവൻ. അവൻ വഴക്കിനൊന്നും പോകത്തില്ല, പക്ഷെ കുടുംബം കലക്കല അവന്റെ പണി. അമ്മായി നീ കാര്യം മനസ്സിലായില്ല, ഒന്ന് തെളിച്ചു പറഞ്ഞേ. നിനക്കറിയാലോ എനിക്ക് ഒറ്റ മോളാന്ന്. അവളുടെ കല്യാണക്കാരിയൊക്കെ നീ അറിഞ്ഞതല്ലേ? മോളുടെ ലവ് മാരേജ് അല്ലായിരുന്നോ? അതൊക്കെ സർവ്വസാധാരണ അല്ലേ അമ്മായി? പോരാത്തിന് അവരിപ്പോ നല്ല സന്തോഷത്തോടെ ജീവിക്കണേ, 2 കുട്ടികളും ഉണ്ട്. സന്തോഷത്തോടെയൊക്കെയാ ജീവിക്കുന്നേ. അതെന്തുകൊണ്ടാ? എന്റെ ഒറ്റൊരാളുടെ പ്രാർത്ഥന കൊണ്ട് മാത്ര. അമ്മായി കാട് കയറാതെ കാര്യം പറ, എനിക്ക് പണിക്കുവാനുള്ള. എടാ അരുണേ, ഇപ്പൊ ഈ പോയനുണ്ടല്ലോ, ഇവന്റെ ഓഫീസിലല്ലേ എന്റെ പൊന്നു മോള് ജോലി ചെയ്തോണ്ടിരുന്നേ. അവിടെ ഇവനെ കാണാൻ വന്നോണ്ടിരുന്ന എന്റെ മരുമോൻ. അങ്ങനെ വന്ന് അവർക്ക് പ്രേമിക്കാനുള്ള വഴിയൊരുക്കി കൊടുത്തു ഈ വൃത്തികെട്ടവൻ. ഇവനൊക്കെ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. ഇവനൊക്കെ നമ്മുടെ ജാതിയിലുള്ളവരെ പോലെ അഭിമാനോ സ്വഭാവ ഗുണോ വല്ലതും ഉണ്ടോ? ഈ കാലത്തും ജാതിയൊക്കെ പറഞ്ഞ മോശമല്ലേ അമ്മായി? നീ പോടർക്ക, ഞാൻ പറയും. എടാ അരുണേ, നീ ഇങ്ങ് വന്നേ. നിനക്കൊരു കാര്യം അറിയോ? ഇപ്പൊ ഈ പോയനില്ലേ, ഇവന്റെ കെട്ടിയോൾ ഇതിലെ കെട്ടിയൊരുങ്ങി പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ? അവൾ ആളത്ര ശരിയല്ല. അവൾ ആലപ്പുഴയിൽ എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചിട്ട് അവന്റെ തലയിലായെന്ന് ഞാൻ കേട്ടേക്കുന്നത്. ഈ പഞ്ചായത്തിന് പുറത്തു പോകാത്ത അമ്മായി ഇതൊക്കെ എങ്ങനെ അറിയണു? അതെന്നോട് അപ്പുറത്തെ ചിന്നമ്മ പറഞ്ഞ. അമ്മായി ഇത് എന്തൊക്കെയാ പറയണേ? മറ്റൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ പ്രേമിപ്പിക്കാൻ പറ്റുമോ? അതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് വികാരാ. അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നാട്ടുകാരോട് പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, അപ്പുറത്തെ വീട്ടിലെ ചിന്നമ്മ എന്നോട് തറപ്പിച്ചു പറഞ്ഞല്ലോ, ഇവൻ കാരണം എന്റെ മോള് പ്രേമിച്ചു കിട്ടിയെന്ന്. എന്തായാലും ചിന്നമ്മേനെ എനിക്ക് വിശ്വാസം. കാര്യം ചിന്നമ്മ നാട്ടുകാരുടെ കുറ്റം പറയുമെങ്കിലും എന്റെ കുടുംബത്തിന്റെ കുറ്റം പറയില്ല, അതെനിക്ക് ഉറപ്പാ. ചേച്ചിയുടെ മോള് ആദ്യം വലിയ കാര്യം ഇവിടെ പറഞ്ഞ ചിന്നമ്മയാ. നീ എന്നാടാ ഇറക്കാ മേപ്പോട്ട് നോക്കിച്ചിരിക്കുന്നേ? ഒന്നുമില്ല, അത് കഴിഞ്ഞില്ലേ. ഇപ്പൊ അമ്മായി മോളും മരുമോനും എല്ലാരും സന്തോഷത്തോടെയല്ലേ ജീവിക്കണത്. പിന്നെ എന്തിനാ ചേട്ടൻ ഇങ്ങനെ പ്രാവണേ? അങ്ങനെ ക്ഷമിച്ചു വിട്. ഓ, ഇവനോട് ക്ഷമിക്കാനേ എന്റെ ശവത്തിനേ കഴിയുള്ളൂ. ഞാൻ ഈ കാണുന്ന പള്ളി മുഴുവൻ കയറി ഇറങ്ങുന്ന എന്തിനാ? ഇവൻ നശിച്ചു കാണാനാ. ഞാൻ കാണുന്ന ഹിന്ദി സീരിയൽ പോലും ഇവനെ പോലുള്ളവരോട് ക്ഷമിക്കാറില്ല. ഈ സീരിയലൊക്കെയാണ് പ്രശ്നം. ആളുകളുടെ ഉള്ളിൽ വിഷം കുത്തിവെക്കാനായിട്ടേ ഓരോന്നൊക്കെ ഇറക്കി വിട്ടോളൂലോ. എന്റെ മനസ്സിൽ ഒരു വിഷവും ഇല്ല. അല്ലെങ്കിൽ നീ നാട്ടുകാരോട് ചോദിച്ചു നോക്ക.